ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്ന് നമ്മളൊരു കൊറിയൻ ആക്ഷൻ കോമഡി ചിത്രമാണ് കാണാൻ പോകുന്നത്. ഈ വർഷം പുറത്തിറങ്ങിയ ഹസ്ബൻഡ്സ് ഇൻ ആക്ഷൻ. ഇതില് ഒരു സ്ത്രീക്ക് 2 ഭർത്താക്കന്മാരാ. പഴയ ഡിവോഴ്സായ ഒരു ഭർത്താവും പിന്നെ പ്രസന്റില് പുതിയൊരു റൊമാൻറ്റിക് ഭർത്താവും. ഒരു ദിവസം ഇവരെ ഭാര്യേനെയും കൊച്ചിനെയും ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഈ കുഞ്ഞാണെങ്കിൽ ആദ്യ ഭർത്താവിൻ്റെതാ. സോ ഭാര്യേനെയും കുട്ടീനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി തമ്മി എതിരാളികളായ ഈ ഭർത്താക്കന്മാര് ഒന്ന് ചേർന്ന് പോരാടി വില്ലന്മാരെ കൂടെ അടിയൊക്കെ ഉണ്ടാക്കി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഈ കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗജിനി വില്ലൻ ജയിലിനകത്തിരിപ്പുണ്ട്. അയാളുടെ ശരീരത്തെന്തൊക്കെയോ ന്യൂട്രജൻ ഹൈഡ്രജനെ പറ്റിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഏതോ ഡ്രഗ്സ് ഉണ്ടാക്കണ ഫോർമുലയാന്ന് തോന്നണം. എന്തായാലും അണ്ണനെ പോലീസുകാർ പിടിച്ചു വെച്ചിട്ട് 5-10 കൊല്ലായി തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ മുരടിച്ച് ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുക ജയിലിൽ. അവസാനം ശിക്ഷ കഴിഞ്ഞ് റിലീസാവേണ്ട തീയതി എത്തി. അവിടെ നിന്ന് കട്ട് ചെയ്താൽ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുന്നു. ഒരു സ്റ്റൈലായ യുഗപുരുഷൻ. അണ്ണൻ കൂളായി വലിയൊരു ബിൽഡിങ്ങിലേക്ക് വരുന്നു. അതാണ് അയാളുടെ ഓഫീസ്. ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്. പുള്ളിക്ക് പ്രത്യേകമായി ഒരു ലോക്കർ മുറിയുണ്ടാവും. അത് അയാൾക്ക് മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും. അകത്ത് കയറുമ്പം ഭാര്യ വലിയ സ്ക്രീനൊക്കെ വെച്ച് എന്തൊക്കെയോ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. പുള്ളി ഭാര്യയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എന്തായി മുത്തേ, കാര്യങ്ങൾ എവിടെ വരെ എത്തി എന്ന് ചോദിക്കുക. ഈ സമയത്ത് ഇവരെ കമ്പനിയിലെ പണിക്കാരില്ലേ, അവരെന്തൊക്കെയോ പാഴ്സൽ ഡെലിവറിക്ക് വേണ്ടി പാക്ക് ചെയ്യുന്നുണ്ടാവും. ആ നേരം ഇവിടെ ഈ ഫ്രീക്കനും കെട്ടിയോളും അവര് ലോകം മുഴുവനുള്ള ഏതോ നെറ്റ്വർക്കിനെ പറ്റി സംസാരിക്കുക. സംഭവം ഈ ക്രിപ്റ്റോ കറൻസി മൈനിങ് ഇല്ലേ, അതുപോലെ എന്തോ ഒരു സംഭവമാണ് ഇവർ ചെയ്യുന്നത്. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് പണം ഈ കെട്ടിയോനും കെട്ടിയോളും ഉണ്ടാക്കുന്നുണ്ട് ഈ മൈനിങ്ങിലൂടെ മാത്രം. അത് കൂടാതെ ഇവർ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ടുള്ള പിൽസ് ഇല്ലേ, ഗുളികകൾ, അതാണ് ഇവർ ആ സിറ്റി മുഴുവൻ പാഴ്സൽ ചെയ്ത് സപ്ലൈ ചെയ്യുന്നത്. ഇത് ഡീലർമാർക്ക് എത്തിക്കും. ഡീലർമാര് ഓരോ കസ്റ്റമേഴ്സിനും ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് ഏതെങ്കിലും ഭാഗത്തൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് പോവാണ്. കസ്റ്റമർ ആ സ്ഥലത്ത് പോയി ഈ പിൽസ് വേണ്ട പണം കൊടുത്ത് കൈക്കലാക്കുന്നു. ഇങ്ങനെയാണ് ബിസിനസ് പോകുന്നത്. സോ എല്ലാ നാട്ടിലും ഈ ഡ്രഗ്സിന്റെ അധിനിവേശം ഉണ്ട്. പിള്ളേരെ നശിപ്പിക്കാനായിട്ട് പല മോഡലിലാണെന്ന് മാത്രം. ഇവിടെ ഒളിച്ചു വെച്ച പില്ലെടുത്ത് കസ്റ്റമർ മാനേജർക്ക് പണം കൈമാറുമ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ കഥാപാത്രം എൻട്രി ആവുന്നത്. ഒന്നാം ഹീറോ നമ്മുടെ പഴയ വണ്ടൂർട്ടാൻ. ഈ സിനിമയിൽ ചോങ്സുക് എന്നാണ് ഏട്ടന്റെ പേര്. ചേട്ടനൊരു പോലീസുകാരനാണ്. നിന്നെ കൈയോടെ പിടിച്ചിടാന്നും പറഞ്ഞ് വിലങ്ങ് കാണിക്കുമ്പം ഈ ചെറുക്കൻ കത്തിയെടുത്ത് ഓടിക്കോ അല്ലെങ്കിൽ കുത്തുന്ന് പറഞ്ഞ് കുത്താൻ നോക്കാം. ഏട്ടൻ ഈ പ്രായത്തിൽ നീ കത്തി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് മണ്ടയ്ക്ക് ഒരു കൊട്ടും കൊടുത്ത് പിടിച്ച് പോസ്റ്റലിൽ കെട്ടിവെക്കും. അപ്പൊ അതുവഴിയെ പോകുന്ന സ്കൂൾ പെൺപിള്ളേര് വാ സൂപ്പർ പോലീസ് ചേട്ടൻ, നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് കൈയടിച്ച് കാണിക്കുക. അണ്ണൻ അവിടെ നിന്ന് ഒരു സീനൊക്കെ ഇട്ട് കുറ്റവാളിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്താണ് ആ പഴയ ഡ്രഗ് ലോഡില്ലേ ജയിലിനകത്ത് കിടന്ന മുച്ചാട്ട ഏട്ടൻ ഇപ്പൊ റിലീസായി. തന്റെ ഗ്യാങ് സെറ്റൊക്കെ എവിടെയാന്ന് നോക്കുമ്പോൾ ആകെ 3 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെയാന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചൈനയിലേക്ക് പോയി. ഇപ്പൊ ബിസിനസ് പഴയ പോലെയല്ല. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കൂലിപ്പണി എടുത്ത് ജീവിക്കുകയാണെന്ന് പറയും. അപ്പൊ അണ്ണൻ ഞാൻ തിരിച്ചു വന്നു എന്ന് പറയും. എന്നിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ചു വരുത്ത് നമുക്ക് വീണ്ടും ബിസിനസ് തുടങ്ങണം. അപ്പൊ ഈ കൂടുള്ള കൂട്ടാളികൾ പറയാണ് ഇപ്പൊ ബിസിനസ് വേറൊരു ചെറുപ്പക്കാരൻ കയ്യേറി അവനാണ് നടത്തുന്നത്. ടെക്നിക്കലായിട്ടാണ് അവൻ നടത്തുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ സിറ്റിയിൽ റോളൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ വില്ലപ്പൻ എന്നാ പിന്നെ ആ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണം എന്ന് പറയാ. ചെന്ന് വിളിച്ചോണ്ട് വരാൻ പറയും. ഇത് കേട്ട് അടിയാൾക്കാര് നമ്മുടെ ഫ്രീക്കനില്ലേ, അവനാണ് പുതിയ കച്ചവടക്കാരൻ. അവന്റെ കമ്പനിയിലേക്ക് ചെന്ന് അവന്റെ ആൾക്കാരോട് പുള്ളിക്കാരനെ യങ് ഗാങ് കാണാൻ വരാൻ പറഞ്ഞു എന്ന് പറയും. അതായത് മൂച്ചാട്ടാൻ ഡ്രഗിലോട്. പുള്ളിക്കാരന്റെ പേര് കേൾക്കുമ്പം ഏതവനാണെങ്കിലും ശരി എന്നെ ഇങ്ങോട്ട് വന്ന് കാണാൻ പറയും. എനിക്കൊന്നും അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫ്രീക്കൻ അവിടെ നിന്ന് മാറിപ്പോവാ. എന്നാൽ ഫ്രീക്കൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമ്മുടെ ഹീറോ അല്ലേ ആദ്യ കെട്ടിയോൻ, അങ്ങേര് ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. കൂടെ പോലീസുകാരും ഉണ്ടാവും. ഓണർ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും പണിക്കാരെ പോലെ അകത്ത് ചെന്ന് അവിടെ മെറ്റീരിയൽ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ പറയും, എവിഡൻസ് ഉണ്ടോന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെയ്ഡിന് ഇറങ്ങാന്ന് പറയാ. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ തന്തലോടില്ലേ പുള്ളിക്കാരന്റെ പണിക്കാർ വന്നിട്ട് സാറേ ആ പുതിയ ഫ്രീക്കൻ നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. പോരാത്തതിന് വേണമെങ്കിൽ വന്ന് കാണടാന്നും പറഞ്ഞ് ധിക്കാരത്തിൽ ഇറങ്ങിപ്പോയിന്ന് പറയും. ഇത് കേട്ടുടനെ പന്തം കത്തി കൊളത്തിയതുപോലെ അണ്ണ എഴുന്നേക്കുക. ചാടി എഴുന്നേറ്റ് ചുറ്റുമുള്ള സാധനമൊക്കെ തല്ലിപ്പൊളിക്കും. ഞാൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് അവനെ കൊല്ലുമെന്നും പറഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് നേരെ പോവാണ് ഈ പുതിയ കഞ്ചാവ് കച്ചവടക്കാരനെ കാണാനായിട്ട്. പക്ഷെ നോക്കുമ്പം പണ്ടൊക്കെ ഇമാതിരി മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാർ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കരിയും പിടിച്ച മൂലയ്ക്കായിരിക്കും. പക്ഷെ ഇപ്പോൾ വലിയൊരു IT കമ്പനി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതെപ്പോഴാണ് ഇവിടെയൊക്കെ ബിൽഡിംഗ് വന്നെന്ന് ചോദിക്കുക പുള്ളി. നിങ്ങൾ ജയിലിൽ പോയ പിന്നെ ഈ കോളനിയൊക്കെ മാറി ഇപ്പോൾ വലിയ സിറ്റി ആയി എന്ന് പറയും കൂട്ടുകാർ. എന്നാൽ പിന്നെ നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റികൾ അകത്തേക്ക് കടത്തി വിടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, ധൈര്യത്തിന് ഈ കത്തിയും കയ്യിൽ വെച്ചോന്ന് പറഞ്ഞ് ഒരുത്തൻ കത്തി കൊടുക്കുക. അപ്പൊ തന്തലോടം പറയും നീ എന്നെ ആരാന്ന് വിചാരിച്ച്, ഞാൻ യോങ് ഗാങ് ആണ്, ഒറ്റയടിക്ക് 40 പേരെ വീഴ്ത്തും, എനിക്ക് വേണോടാ നിന്റെ കത്തി.
ആ പീറ ചെറുക്കൻ ഇപ്പൊ പിച്ച് ചീന്തിയിട്ട് വരാമെന്നും പറഞ്ഞു പുള്ളിക്കാരൻ ഡോറൊക്കെ തല്ലി തുറന്ന് അകത്തേക്ക് കയറിപ്പോവാ. നോക്കുമ്പോൾ അവിടെ മൊത്തം IT സെറ്റപ്പ്. ഒന്നും മനസ്സിലാവില്ല. ഇൻഫർമേഷൻ എന്നും പറഞ്ഞ് ഡെസ്ക് വെച്ച് ഒരു പെൺകുട്ടി അവിടെ ഇരിപ്പുണ്ടാവും. ഇയാൾ മസിലും പെരുപ്പിച്ച ആ പെൺകുട്ടിയുടെ അടുത്ത് എന്നിട്ട് എനിക്കിപ്പോൾ മാൻഡോങ്ങിനെ കാണണം, 2 വർത്താനം പറയണമെന്ന് പറയും. അപ്പോൾ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് സാർ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്ത് സേവനമാണ് വേണ്ടത് എന്ന് ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ റൗഡിക്ക് തോന്നും ഞാൻ ഇച്ചിരി ബോറനായി പോയെന്ന്. അപ്പോൾ പുള്ളിക്കാരനും പ്രൊഫഷണലായിട്ട് എക്സ്ക്യൂസ് മീ എനിക്കിവിടെ മാൻഡോ ജോങ്ങിനൊന്ന് കാണണം, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന് ചോദിക്കുക. ഈ സമയത്ത് ആ കൂടെ വന്ന് ഇടിക്കാരന്മാരില്ലേ അവന്മാര് വെയിലത്ത് കമ്പനിക്ക് വെളി കുത്തിയിരിപ്പായിരിക്കും. ഇവിടെ തന്തലോടൻ ആ ഫ്രീക്കനോടും ഭാര്യയോടും പറയാണ് ഇൻജിയോൺ എന്റെ സ്വന്തം നഗരമായിരുന്നു ഞാൻ ജയിലിൽ പോകുന്നതിന് മുന്നേ വരെ. ഇപ്പൊ നീയാണ് ഇവിടെ ടോപ്പായിട്ട് ഡ്രഗിന്റെ ബിസിനസ് നടത്തണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തായാലും നിന്നെ ഇല്ലാതാക്കി ഈ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നില്ല. നിന്റെ ഈ ടെക്നോളജിയും എന്റെ എക്സ്പീരിയൻസും ചേർത്ത് നമുക്ക് ഈ സിറ്റിയിലല്ല ഈ രാജ്യത്ത് തന്നെ മൊത്തം ബിസിനസ് ചെയ്ത് കോടികൾ സമ്പാദിക്കാം. എന്തു പറയുന്നു? ഇങ്ങനെ പുള്ളിക്കാരനകത്ത് ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള ഇടിക്കാരന്മാരെ വരുന്നവരും പോണവരും ഇതേതാ ഈ കൂറകൾ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അത് കണ്ടിട്ട് അവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കണ്ണി കാണുന്നവരൊക്കെ ഇടിക്കൂടാന്ന് പറഞ്ഞ് ഇവർ ദേഷ്യപ്പെട്ട് എഴുന്നേക്കുക. ഇപ്പൊ ഇവിടെ അകത്ത് ഫ്രീക്കനും ഭാര്യയും പൊട്ടിച്ചേരിച്ചിട്ട് മിസ്റ്റർ ഡാഡി കിളവൻ നിങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു, പഴയതുപോലെ ഭീഷണിപ്പെടുത്തിയല്ല ഇപ്പൊ കച്ചവടം നടക്കുന്നു, ടെക്നോളജിയാണ്, മുഴുവൻ വാട്സപ്പ് ടെക്നോളജിയാ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്യ്, മാർക്കറ്റിൽ വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റികളെ വിളിച്ച് അയാളെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നു. ഈ സംഭവം കഴിയുമ്പോൾ ഫ്രീക്കന്റെ പ്രൊഡക്ഷൻ കമ്പനിയില്ലേ അങ്ങോട്ട് ഒരു കൂട്ടം പോലീസുകാർ വരുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണ് അവരെ നയിക്കുന്നത്. നേരത്തെ ഒരു ചെറുക്കനെ പറഞ്ഞു വിട്ട് എവിഡൻസ് തപ്പാൻ പറഞ്ഞില്ലേ, അവൻ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, ആ പിൽസൊക്കെ. സോ തെളിവ് കിട്ടിയ സ്ഥിതിക്ക് അവിടെയുള്ള എല്ലാവരെയും പിടിച്ച് കെട്ടിക്കൊണ്ടുപോടാ, ഈ കമ്പനിയെ അടച്ചുപൂട്ടെന്ന് ഹീറോ ഉത്തരവിറക്കുക. പോലീസുകാർ പണിക്കാരെ എല്ലാം പിടിക്കാൻ വേണ്ടി ഓടും. ആ നേരത്തെ ആ ഫ്രീക്കനും കമ്പനിക്കകത്തുണ്ട്. ഇവരെ ആൾക്കാരെയൊക്കെ അടിച്ചിട്ട് പിടിക്കുന്ന നേരം ഫ്രീക്കൻ ഒരു പോലീസിനെ അകത്തേക്ക് വിടാൻ പാടില്ല, എല്ലാവരെയും അടിച്ചോടിക്കുന്നു പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ ഇറക്കുന്നു. അപ്പൊ ഇവന് ഇറങ്ങുന്നുണ്ട് ഹീറോയെ അടിച്ചിടാൻ വേണ്ടിയിട്ട്. ഹീറോ കയ്യിലൊരു ഹാൻഡ് കഫുമായിട്ട് ഞാൻ ഇതിട്ട് നിന്നെ മുറുക്കൂന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പോരിഞ്ഞാട്ടി. ഇതിൽ ഇടിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രീക്കൻ അവന്റെ തന്നെ ഒരു ജോലിക്കാരിയെ പിടിച്ച് അവളുടെ കഴുത്തി കത്തി ഇറക്കുന്നു പറഞ്ഞ് പോലീസുകാരൻ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഹീറോ അടുത്ത് നിൽക്കുന്ന ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ടേസർ ഗണ്ണും വാങ്ങിച്ച് നിന്നെ ഇപ്പൊ കാണിച്ചിടാണെന്നും പറഞ്ഞ് അവന്റെ നെഞ്ചത്തേക്ക് ഒരു വെടി. അത് വളരെ കൃത്യമായി വില്ലൻ തടവി പിടിച്ചിരിക്കുന്ന പെണ്ണിന്റെ നെഞ്ചത്ത് തന്നെ കൊള്ളും. പാവം പെണ്ണ് വിറച്ച് ബോധം കെട്ട് താഴത്തേക്ക് വീഴുക. വില്ലൻ ഒരു സെക്കൻഡ് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല, കൂടെയുള്ള പോലീസുകാർക്കും മനസ്സിലായില്ല. എന്തായാലും ഇപ്പൊ അവൻ ഒറ്റയ്ക്ക് കിട്ടിയല്ലോ, അതുകൊണ്ട് ഹീറോ ചാടി വീണ് അവനെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ വലിയ ബഹുലമായ സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ രണ്ടാം ഹീറോ സെക്കൻഡ് കെട്ടിയവൻ അയാൾ ആരോടോ ഇയർഫോണിൽ കൂടെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുക. നിങ്ങൾ എല്ലാവരും അനങ്ങാതെ അതേ പൊസിഷനിൽ നിൽക്കൂ, ഞാൻ ഓർഡർ തന്നിട്ട് മതി ആക്ഷൻ എടുക്കാൻ. അവൻ എന്തായാലും ഇന്ന് നമ്മുടെ കെണിയിൽ വീഴും, കാത്തിരിക്കുന്നു പറയുമ്പോൾ ആരോ ഇവരുടെ കെണി പെട്ടു, ഇനി അവന് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല എന്ന് കൂടുള്ള കൂട്ടുകാർ പറയുന്നുണ്ട്. ഹീറോ കയ്യിലൊരു കമ്പ് എടുത്ത് ഞാനിതാ സ്പോട്ടിലേക്ക് ഓടിയെത്തി എന്ന് പറഞ്ഞ് ഓടിച്ചെല്ല. നോക്കുമ്പോൾ ഏതോ ഒരു പട്ടീനെയാണ് ഇവർ വളഞ്ഞു പിടിച്ചിരിക്കുന്നത്. സൂചി വയ്ക്കാൻ നേരം ക്ലിനിക്കിൽ നിന്ന് ഓടിപ്പോയ പട്ടിയ. കൂടെ 2 നഴ്സുമാരെയും കൊണ്ടാണ് ഹീറോ അതിനെ പിടിക്കാൻ പോയിരിക്കുന്നത്. സംഭവം നമ്മുടെ തലവര് ആ പ്രദേശത്തൊരു പ്രശസ്തനായ പട്ടി ഡോക്ടറാണ്. ഞാൻ കളിയാക്കിയതല്ല കേട്ടോ, എനിക്ക് പട്ടി ഡോക്ടർമാരോട് പ്രത്യേക ബഹുമാനമുണ്ട്. ഇത് കഴിഞ്ഞ് ഭാര്യേനെയും കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. ആദ്യ ഭർത്താവിൻ്റെതാണല്ലോ മോള്, അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും വീക്കെൻഡിൽ ചൂസിങ് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇപ്രാവശ്യം ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുന്നു, അച്ഛനെ കാണുന്നില്ല. നമുക്ക് പോയാലോ എന്ന് അമ്മ ചോദിക്കുമ്പം എനിക്ക് അക്കാഡമീനെക്കാട്ടിലും വലുത് എൻ്റെ അപ്പനാണ്, അതുകൊണ്ട് ഞാൻ അപ്പന് വേണ്ടി കാത്തിരിക്കുമെന്ന് പറയാം മോള്. കുറച്ച് കഴിയുമ്പോൾ അപ്പം വരുന്നു. അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് പറയും എനിക്ക് 15 മിനിറ്റേ ബാക്കിയുള്ളൂ, പോയിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പം അപ്പൻ ഞാൻ 2 ആഴ്ചയായി മോളെ നേരെ കണ്ടിട്ടില്ല, ഇന്നെങ്കിലും എനിക്ക് കുറച്ച് സമയം കൂടെ വേണം, എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കുമെന്ന് പറയാം. അത് കഴിയുമ്പോൾ അപ്പനും മോളും തമ്മിലുള്ള കളിയും ചിരിയും തമാശകളും. അപ്പം കള്ളന്മാരെയൊക്കെ പിടിച്ചോന്ന് മോള് ചോദിക്കുന്നുണ്ട്. ഒരുത്തനതാ ഇപ്പം പിടിച്ചേ ഉള്ളൂ എന്ന് പറയാം അപ്പൻ. ഇവരെ കളികൾ കണ്ടിട്ട് അമ്മ എന്നാ പിന്നെ 1 മണിക്കൂറും കൂടെ എടുത്തോളൂ, ഞാൻ ചെന്ന് എൻ്റെ അപ്പോയിൻമെന്റ് കഴിഞ്ഞിട്ട് വരാം, പിന്നെ മോളെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാം. അപ്പൊ ഹീറോ ചോദിക്കും നിന്റെ കെട്ടിയോനൊക്കെ എന്ത് ചെയ്യുന്നു ആ പട്ടി ഡോക്ടർ, പുള്ളിക്കാരന് സുഖമാണോ എന്ന്. ഭാര്യ പറയും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പിന്നെ അത് സംസാരിക്കാൻ നിൽക്കണ്ട, കൊച്ചിനും മണ്ടത്തരം പറഞ്ഞു കൊടുക്കണ്ടെന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവാം. ഇത് കഴിയുമ്പം മോളൊരു ആപ്പിൾ വാച്ച് ചോദിച്ചിരുന്നു. അപ്പൻ ആപ്പിൾ വാച്ച് കിട്ടിയില്ല, ഒരു പൈനാപ്പിൾ വാച്ചാ കിട്ടിയിരിക്കുന്നത്. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മോൾക്ക് അത് സമ്മാനമായിട്ട് കൊടുക്കുക. അപ്പം മോള് പറയും ഇതിനേക്കാളും നല്ല വാച്ച് എൻ്റെ സ്റ്റെപ്പ് ഡാഡി തന്നിട്ടുണ്ട്, അതും പുതിയ വാച്ചാ, എന്നിട്ടും അപ്പൻ ഈ വാച്ചാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഹീറോ പറയും അയാൾ പുതിയ വാച്ച് തന്നുകൊണ്ട് കാര്യമൊന്നുമില്ല, അതിൽ നിനക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പുതിയ വാച്ച്, പുതിയ അച്ഛൻ, ഇതിനൊക്കെ ആദ്യം മോടിയെ കാണൂ, പിന്നീട് കൊള്ളൂല, എപ്പോഴും പഴയതാണ് നല്ലത്. ഇത് കേട്ട് മോള് എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അപ്പടെ കില്ലർ സ്മൈൽ ഒന്ന് കാണണം, ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കും. ഹീറോ അപ്പൊ ഹീറോയുടെ ഒരു കില്ലർ സ്മൈൽ കാണിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞ് പിറ്റേന്ന് സ്വന്തമായിട്ട് കെട്ടിയോളും കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തിനാ വെറുതെ വാടകയ്ക്ക് താമസിക്കണേന്ന് വിചാരിച്ചിട്ട്
വെച്ചിട്ട് ഹീറോ ഇപ്പൊ സ്റ്റേഷനിൽ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ കേസ് ഫയൽ വെക്കാനുള്ള അലമാരയ്ക്കകത്ത് തന്റെ തുണിയും ക്രീമും വെളിച്ചെണ്ണയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ടി-വിയിൽ ഒരു ന്യൂസ് ഓടുന്നുണ്ടാവും. സംഭവം നേരത്തെ ഇവർ ആ ഡ്രഗ് ഫ്രീക്കിനെ പിടിച്ചില്ലേ, അതില് ഒരു പെൺകുട്ടിയെ പോലീസുകാരൻ ഷൂട്ട് ചെയ്തു. അതായത് നമ്മുടെ ഹീറോ. കൊള്ളക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ പാവപ്പെട്ടവർ ഉപദ്രവിക്കുന്നു, പോലീസിന്റെ അഴിമതി നിർത്തുക എന്നും പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ടർ ന്യൂസ് കൊടുക്കുന്നത്. ഇവക്കെന്താ പ്രാന്താണോ എന്ന് കൂടുള്ള പോലീസുകാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ പറയും ആ പെണ്ണ് എല്ലാ കാലത്തും ഇങ്ങനെയാ, അവളെ നന്നാക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോഴാണ് ആ റിപ്പോർട്ടർ ഇവരെ മുന്നിൽ നിൽക്കുന്നത് കാണാം. റിപ്പോർട്ടറെ കണ്ട് കൂടുള്ള പോലീസുകാരൻ പേടിക്കും. ആ പെണ്ണ് എന്നെ കാണാനല്ല വന്നിരിക്കുന്നത്, നിങ്ങളെ കാണാനാന്ന് തോന്നുന്നുണ്ട്, ചെന്ന് സംസാരിക്കുന്നും പറഞ്ഞ് ആ കൂടുള്ള കൂട്ടുകാരൻ ഹീറോയെ പറഞ്ഞു വിടുന്നു. ഈ റിപ്പോർട്ടർ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിനക്ക് ചെറിയ വിഷമം ഉണ്ടാവുമെന്ന് അറിയാം, പക്ഷെ എന്തായാലും ഇതിന്റെ ജോലിയായിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനേ എനിക്ക് കഴിയുള്ളൂ, നിനക്കിതെല്ലാം അറിയുന്നല്ലേ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ സംസാരിക്കുക. അപ്പൊ ഹീറോ നീ ഇതെന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വേണം വെച്ച് ചെയ്ത, എനിക്കറിയാം, നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു, നീ ഒരു നാറിയാണ്, അങ്ങനെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും അതിനാലേടി നീ ഇങ്ങനെ അനാവശ്യമായിട്ട് എന്നെ സംശയിക്കല്ലേ, നിന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ സ്നേഹിക്കണേന്ന് പറഞ്ഞിട്ട് കൊഞ്ചാൻ തുടങ്ങുന്നു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന്റെ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം, അതിൽ മോളുടെ പ്രത്യേക സ്പീച്ചൊക്കെ ഉണ്ട്. ക്ലാസ്സിലെ കുട്ടികളുടെ പാരന്റ്സിനെ എല്ലാം അവർ വിളിച്ചിരുത്തിക്കൊണ്ടിരിക്കുക. ഹീറോ ചെല്ലുമ്പം മോളുടെ പേര് യൂഞ്ചു എന്നാണ്. യൂഞ്ചുവിന്റെ പാരന്റ്സ് എവിടെയാണ്, അവരിങ്ങോട്ട് വരുമെന്ന് പറയും. ഉടനെ ഹീറോ കൈപൊക്കുക, ഞാൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഹീറോയ്ക്ക് ഒരു സെക്കൻഡ് മുന്നേ തന്നെ മുന്നേ ഇരിക്കുന്ന ഒരു ചെങ്ങായി കൈപൊക്കി, ഞാൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു. ആരാന്ന് നോക്കുമ്പം അവളുടെ സ്റ്റെപ്പ് ഡാഡി. അയാൾ പുറകെ തിരിഞ്ഞു നോക്കിയിട്ട് പറയാ ഞാനാണ് ഒറിജിനൽ ഡാഡി, അയാൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. അപ്പൊ ഹീറോ അവന്റെ അടുത്ത് ചെന്നിട്ട് നീ എന്തിനാണ് ആ കൊച്ചിന്റെ അപ്പന്റെ സീറ്റിൽ ഇരുന്നിരിക്കുന്നത്, എഴുന്നേറ്റ് മാറിയിരിക്കാൻ പറയും. അപ്പൊ ആ സ്റ്റെപ്പ് ഡാഡി, രണ്ടാം ഹീറോ, ഞാനാണ് യുഞ്ചുന്റെ ഡാഡി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണേന്ന് പറയുക. അതിന് ഹീറോ, കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം തന്തയാ, അല്ലാതെ വഴിയെ പോകുന്നവൻ തന്തയാന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് മാറാന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുക. ഈ സമയത്ത് അമ്മ കൊച്ചിനെയായിട്ട് സ്കൂളിലേക്ക് വരുന്നേ ഉള്ളൂ. അവരിപ്പോൾ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുക. അപ്പോഴായിരിക്കും രണ്ടാം ഭർത്താവ് വിളിക്കുന്നത്, എവിടെയാ എത്തിയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അധികം വൈകാതെ വന്നോളാം, കൊച്ചിന് ചെറിയ ചുമയുണ്ട്, അതുകൊണ്ട് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചിട്ടേ വരുള്ളൂ എന്ന് ഭാര്യ പറയാണ്. ഈ നേരം കെട്ടിയോനും തമ്മിൽ ഇതെന്റെ സീറ്റാടാ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരേ സീറ്റിൽ മൂട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ രണ്ടാം ഭർത്താവ് ചോദിക്കും, അപ്പുറത്തൊക്കെ ഒരുപാട് സീറ്റുകളില്ലേ, തനിക്ക് അവിടെ പോയി ഇരുന്നൂടെ എന്ന്. ഉടനെ ഒന്നാം ഭർത്താവ് പറയുക, നിനക്ക് പോയി വേറെ എവിടെയെങ്കിലും ഇരുന്നൂടെ, വെറുതെ വലിഞ്ഞു കയറി വരുന്നതിനാ. അപ്പൊ സെക്കൻഡ് കെട്ടിയോൻ, താൻ ശരിക്കും എന്തിന് ഇങ്ങോട്ട് വന്നത്, തന്റെ ആവശ്യമില്ലല്ലോ, തന്നെ ആരാ വിളിച്ചത്, ഞാനാണിപ്പോൾ മോളുടെ അപ്പൻ എന്ന് പറയുക. അപ്പൊ ഫസ്റ്റ് ഹീറോ, അതെങ്ങനെയാടാ നീ തന്തയാവുന്നേ, ഞാൻ എന്റെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്തിട്ടുള്ളൂ, എന്റെ മോളെയല്ല, ഞാൻ തന്നെയാണ് ശരിക്കുള്ള ഡാഡി. ഇത് കേട്ട് സെക്കൻഡ് കെട്ടിയോൻ, താൻ പഴയ ഡാഡി ആയിരിക്കാം, പക്ഷെ ഇപ്പൊ ഞാനാണ് ഭർത്താവ്, ഞാനാണ് ഡാഡി, അതിനുള്ള മര്യാദയെങ്കിലും എനിക്ക് വേണം, ഇവിടെ കിടന്ന് ഒരസാതെ എഴുന്നേറ്റ് പോ. ഇത് കേട്ട് ഫസ്റ്റ് ഹീറോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നീ മുട്ടിലഴിയായിരുന്നു, എന്നെക്കാളും 12 വയസ്സ് ചെറുപ്പ, മാമ അപ്പിയിട്ടെന്ന് പറഞ്ഞ് വിരകി നടന്ന ചെറുക്കൻ, എന്നിട്ട് എന്റെ അടുത്ത് നീ മത്സരിക്കാനായോ. അത് കേൾക്കുമ്പോൾ സെക്കൻഡ് ഹീറോ പറയും, അപ്പൊ തനിക്ക് വയസ്സായി താൻ തന്തയായെന്ന് സമ്മതിച്ചല്ലോ, പിന്നെ എന്തിനാടെ ഇങ്ങോട്ട് ഒട്ടാൻ വരുന്നു, എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ ഫസ്റ്റ് ഹീറോ ഒരു വളി വിട്ടിട്ട് ഇവനാ ചെയ്തെന്ന് പറഞ്ഞ് സെക്കൻഡ് ഹീറോയെ ചൂണ്ടിക്കാണിക്കും. ആ സമയത്ത് അമ്മ കാർ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഫാർമസിയിലേക്ക് പോവാ. ആ സമയത്ത് ഈ കുഞ്ഞിരിക്കുന്ന കാറിനടുത്തേക്ക് ആരോ വരുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പ്രോഗ്രാം തുടങ്ങി കുറെ സമയമായി, ഇനി അമ്മേനെയും മോളെയും കാണുന്നില്ല. അതുകൊണ്ട് രണ്ടാം കെട്ടിയോൻ അമ്മയ്ക്ക് ഒരുപാട് നേരമായിട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ അമ്മ ഫോൺ എടുക്കുന്നില്ല. ആ കാര്യം പുള്ളിക്കാരൻ ചങ്സിന്റെ അടുത്ത് പറയും, നമ്മുടെ ഫസ്റ്റ് ഹീറോയുടെ അടുത്ത്. ഇവരങ്ങനെ എന്താ പറ്റിയെന്ന് അറിയാതെ കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫസ്റ്റ് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. ഏതോ ഒരു സ്ത്രീയുടെ ശബ്ദ, ഡിറ്റക്റ്റീവ് ചങ്സിക്, നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയില്ല, അവരെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ എന്റെ ഭർത്താവിനെ ഒരു പോറലും ഏൽക്കാതെ പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുക. പോലീസുമായി എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പിന്നെ കുടുംബത്തിന്റെ ഡെഡ് ബോഡിയെ കിട്ടുള്ളൂ. എന്റെ കെട്ടിയോനെ എങ്ങോട്ടാ കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ പറയാം, അതുവരെ കാത്തിരിക്കുന്നും പറഞ്ഞ് ആ പെണ്ണ് കോള് കട്ട് ചെയ്യുന്നു. സംഭവം ഫ്രീക്കന്റെ ഭാര്യയാണത്. ഫ്രീക്കൻ ഡ്രഗനല്ലേ, അയാളുടെ ഭാര്യ. അമ്മേനെയും കൊച്ചിനെയും ആ സ്ത്രീയാണ് ആൾക്കാരെ വെച്ച് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പൊ ഹീറോ സെക്കൻഡ് ഹീറോയോട് ചോദിക്കുകയാണ്, നീ അവസാനമായിട്ട് സിനയോട് എവിടെ നിന്നാണ് സംസാരിച്ചത്? ഫാർമസിയുടെ ഭാഗത്തു നിന്നാണെന്ന് സെക്കൻഡ് ഹീറോ പറയാ. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സിനേനെയും കുഞ്ഞിനെയും വില്ലന്മാര് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം ഹീറോ സെക്കൻഡ് ഹീറോയോട് പറയാണ്. താൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ എത്രയും പെട്ടെന്ന് സ്പോട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഹീറോ ഓടി വന്ന് കാർ എടുക്കുന്നു. അപ്പൊ സെക്കൻഡ് ഹീറോയും വിടുന്നില്ല, പുള്ളിക്കാരനും പുറകെ വന്ന് കാറിൽ കയറുക. നീ എന്തിനാണാ വരുന്നത്, ഞാനാ പോലീസ്, ഞാൻ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം, ഒരു ഡോക്ടർ വരേണ്ട ആവശ്യമില്ല, നീ ചെന്ന് വീട്ടിലിരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാമെന്ന് പറയും ഹീറോ. അപ്പൊ സെക്കൻഡ് ഹീറോ, എനിക്ക് അങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റില്ല, കാരണം എന്റെ ഭാര്യ ഗർഭിണിയാ, അവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞുണ്ട്, എനിക്ക് അവൾ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഇത് കേട്ട് ചങ്സിങ് ഞെട്ടിപ്പോ, ഇതിന്റെ ഇടയ്ക്ക് അത് സംഭവിച്ചോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തിലായിരുന്നു അല്ലേ? ഇതിപ്പോ എന്താ ചെയ്യാന്ന് അവൻ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടില്ല. എന്തായാലും സ്പോട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് കാർ എടുത്ത് സ്പോട്ടിലേക്ക് പോകുന്നു. ഫാർമസിക്കാരോട് ചോദിക്കുമ്പോൾ അവരാരെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറയും. എന്നാൽ ഈ ഫാർമസിയുടെ അടുത്ത് തന്നെയായി ഭാര്യയുടെ കാറ് നിൽക്കുന്ന കാണാം. ഇവരോട് ചെന്ന് കാർ ചെക്ക് ചെയ്യും. അതിൽ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ആ ഡാഷ് ക്യാം ഫൂട്ടേജ് നോക്കുമ്പോൾ
ഒരു കറുത്ത വാനിൽ ഭാര്യനെയും കുഞ്ഞിനെയും കുറെ ആൾക്കാർ പിടിച്ചോണ്ട് പോകുന്നു കാണാം. നിന്നെ കൊല്ലൂടാ തിന്നോടാന്നൊക്കെ രണ്ടാം ഭർത്താവ് പറയുന്നുണ്ട് ഈ ഫുട്ടേജ് കണ്ടിട്ട്. ആ സമയത്ത് ഹീറോ ചങ്സക്കിന് വീണ്ടും ഒരു കോൾ വരുന്നു. ഭാര്യ ആയിരിക്കും ഇപ്രാവശ്യം സംസാരിക്കുന്നത്. ഹലോ, ഞാൻ സിനയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മോൾ എൻ്റെ കൂടെയുണ്ട്. ഇത് കേട്ട് ഹീറോ, ഞാൻ പണ്ട് പറഞ്ഞെന്ന കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ? അതിൽ സോജു ആണോ വിസ്കി ആണോ ബൈജു ആണോ എന്ന് ചോദിക്കുക. ഇതെന്തോ കോഡ് വേർഡ് പണ്ട് ഹീറോ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. ബൈജു ആണെന്ന് ഭാര്യ പറയും. സംഭവം കിഡ്നാപ്പ് ആണെന്ന് കോഡ് വേർഡിലൂടെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്. കൂടെ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പം ഒരുപാട് പേരുണ്ടെന്ന് പറയും. അപ്പൊ അവരാരെയും പ്രൊവോക്ക് ചെയ്യണ്ട, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വഴി കണ്ടുപിടിക്കാന്ന് പറയും. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഫ്രീക്കന്റെ ഭാര്യയില്ലേ, പുള്ളിക്കാരി ഫോൺ തട്ടി വാങ്ങിച്ചിട്ട്, നിന്റെ കെട്ടിയോളുടെയും കുട്ടിയുടെയും ശബ്ദം നീ കേട്ടല്ലോ, രണ്ടുപേരും ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതരായിട്ടുണ്ട്. അതേ അവസ്ഥയിലായിരിക്കണം എന്റെ ഭർത്താവിനെ തിരിച്ചേൽപ്പിക്കേണ്ടത്. എന്തേലും കുഴപ്പം പറ്റിയാൽ പിന്നെ അവർക്ക് ജീവനുണ്ടാവില്ല. 9 മണിക്ക് ഭർത്താവുമായിട്ട് തിരികെ വായോന്ന് പറയാ. ഇത് കേൾക്കുമ്പോൾ രണ്ടാം കെട്ടിയോൻ, ഞാൻ നിന്നെ കൊല്ലോടി തിന്നോടി എന്നൊക്കെ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് തെറി പറയുന്നുണ്ട്. ഉടനെ ഹീറോ ഫോൺ തട്ടി മാറ്റിയിട്ട്, സോറി, ഞാൻ പെട്ടെന്ന് കൺട്രോൾ വിട്ടുപോയി പറഞ്ഞതാ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, ഞാൻ ഭർത്താവിനെ സേഫ് ആയിട്ട് തന്നെ എത്തിച്ചോളാം, എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പൊ ആ ഫ്രീക്കന്റെ കെട്ടിയോള് പറയും, അതെന്റെ ഭർത്താവിനോട് തന്നെ ചോദിച്ചാൽ മതി, പുള്ളിക്ക് സ്ഥലം അറിയാം. ഇതും പറഞ്ഞ് അവള് കോള് കട്ട് ചെയ്യുന്നു. നമ്മുടെ രണ്ടാം കെട്ടിയോനല്ലേ, അയാൾ ഉടനെ ഫോൺ എടുത്തിട്ട്, ഹലോ പോലീസ് സ്റ്റേഷൻ, എന്റെ ഭാര്യ ആരോ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുക. ഉടനെ ഹീറോ ഫോൺ തട്ടി മാറ്റിയിട്ട്, നിനക്ക് ഭ്രാന്താണോ? അവര് പെണ്ണിനെയും കുഞ്ഞിനെയും കൊന്നുകളയും, പറയുന്നത് കേട്ടതല്ലേ, അവര് പറയുന്നത് പോലെ ഇപ്പൊ ചെയ്യുക, അത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. ഉടനെ രണ്ടാം കെട്ടിയോൻ, താൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, താൻ ഉണ്ടാക്കുന്ന കച്ചറയ്ക്കാണ് അവരെന്റെ കുടുംബത്തെ ദ്രോഹിക്കുന്നത്, ഇത് തന്റെ ഉത്തരവാദിത്തം, താനാണ് ശരിയാക്കേണ്ടത്. അതിന് ഹീറോ, എന്നാ ഒന്ന് അടങ്ങിയിരി, ഞാൻ തന്നെ ശരിയാക്കിക്കോളാം, നമുക്കിപ്പോൾ ആ ഫ്രീക്കനെ എങ്ങനെയെങ്കിലും പോലീസുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അതിന് സ്റ്റേഷനിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഇവർ നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇനി എങ്ങനെയാണ് അയാളെ പോലീസിന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റുന്നത്, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക. അധികം വൈകാതെ ഈ ഫ്രീക്കനെ പോലീസുകാര് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ ഹീറോയും ഉണ്ടാവും. ഈ പോണ വഴിക്കായിരിക്കണം അയാളെ പോലീസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റേണ്ടത്. നിന്നെ കൊണ്ട് എന്തായാലും ഉപകാരമില്ല, അതുകൊണ്ട് നീ ക്ലിനിക്കിലേക്ക് തന്നെ തിരിച്ചു പൊക്കോന്ന് ഹീറോ പറയാ. അപ്പൊ രണ്ടാം കെട്ടിയോൻ, എനിക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരു ഫോഴ്സായി ഈ കേസ് ഒരു ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം, എനിക്ക് കരാട്ടെ കുംഫു ഒക്കെ അറിയാം, ഞാൻ സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സഹായവും എനിക്ക് നൽകാൻ കഴിയും. അപ്പൊ ഹീറോ ചോദിക്കുകയാണ്, നിനക്ക് കാർ ഓടിക്കാൻ അറിയുമെന്ന്. അതിനാ രണ്ടാം കെട്ടിയോൻ പറയും, ഞാൻ പ്രാക്ടിക്കലി F1 റേസറാണ്, എക്സ്ട്രീം സ്പോർട്സ് ആണ് എന്റെ ഹോബി. എക്സ്ട്രീം സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിന് ഹീറോ, അതെന്തെങ്കിലും തൈരായിക്കോട്ടെ, ഇപ്പൊ താൻ ചെയ്യേണ്ടത് പോലീസിന്റെ വണ്ടിയെ മറ്റൊരു വണ്ടിയായിട്ട് ഇടിച്ചിടണം, എന്നിട്ട് വേണം ആ ഫ്രീക്കനെ അവിടെ നിന്ന് മാറ്റാൻ. തനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത് കേട്ട് സെക്കൻഡ് ഹീറോ പറയുകയാണ്, ഞാൻ എന്റെ കാറ് കൊണ്ടുപോയി കറക്റ്റായിട്ട് 135 ഡിഗ്രി പോലീസ് കാറിനെ ഫ്ലിപ്പ് ചെയ്ത് വീഴ്ത്താം, അപ്പൊ ആർക്കും കാര്യമായ അപാകതകളൊന്നും സംഭവിക്കില്ല, കുറ്റവാളിയെ നമുക്ക് ഈസി ആയിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനും പറ്റും. ഇയാളെ വർത്താനം കേൾക്കുമ്പം നമ്മുടെ ഹീറോയ്ക്ക് പിടുത്തം കിട്ടില്ല. നീ എന്താടാ തമാശ പറയാണോ? ഇത് വീഡിയോ ഗെയിം അല്ല, റിയൽ ലൈഫാണ്, തനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതിന് സെക്കൻഡ് ഹീറോ, തന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് എക്സ്ട്രീം സ്പോർട്സ് ആണ് ഇഷ്ടമെന്ന്, അതിൽ പെടുന്നതാണ് ഈ ഡ്രിഫ്റ്റിംഗ് ഒക്കെ, ഇതിനെക്കുറിച്ച് വല്ലോ നിനക്കറിയോ? അപ്പോൾ ഫസ്റ്റ് ഹീറോ, അറിയാം, പാമ്പും കോണിയും ചീട്ടുകളിയല്ലേ, അതൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്, ഇപ്പം നിനക്ക് വണ്ടി ഓടിച്ച് ഇടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അവൻ പറ്റുമെന്ന് പറയും. എന്നാൽ പിന്നെ ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള ഒരു സാധാരണ കാറുമായിട്ട് വരണം, അങ്ങനെയുള്ള വണ്ടി നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുക. അവൻ പറയും, ഈ ഓപ്പറേഷന് പറ്റിയ ഒരു സാധാരണ കാർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതുമായിട്ട് വരാം. ശരിയെന്നും പറഞ്ഞ് ഡീൽ ഉറപ്പിച്ച് ഇവർ പിരിയുക. ഈ നേരത്ത് വില്ലന്റെ കെട്ടിയോള് നമ്മളെ കുടുംബമായി ഏതോ ഒരു ഒളിത്താവളത്തിലേക്ക് കടന്നു പോകുന്നു. അവിടുന്ന് വീണ്ടും തിരിച്ച് ഫസ്റ്റ് ഹീറോയുടെ അടുത്തേക്ക് വന്നാൽ പുള്ളിക്കാരൻ പോലീസുകാരുമായി മറ്റേ ഫ്രീക്കനെയും വണ്ടി കയറ്റി നേരെ മജിസ്ട്രാറിന്റെ അടുത്തേക്ക് പോവാണ്. എല്ലാവരെയും സീറ്റ് ബെൽറ്റ് ഇട്ടോളാൻ ഹീറോ പറയും. അപ്പൊ ഫ്രീക്കന് മനസ്സിലായി ഹീറോ എന്തെങ്കിലും തരികിട കാണിച്ച് അവനെ രക്ഷപ്പെടുത്തുമെന്ന്. ഇവരങ്ങനെ കാർ ഓടിച്ചു പോയി ഒരു സിഗ്നലിൽ നിൽക്കുക. അപ്പൊ ഹീറോ തപ്പാണ്, മറ്റവൻ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ ഇവർ ഇടിച്ചിടാൻ വേണ്ടിയിട്ട്. അവൻ എവിടെയാണ് ആ സാധാരണ കാറുമായിട്ട് നിൽക്കണേ നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് പട്ടിവണ്ടിയായിട്ട് ആ രണ്ടാം കെട്ടിയവൻ കാത്തിരിപ്പുണ്ട്. ഇതാണ് സംശയിക്കാത്ത കാർ. ആര് കണ്ടാലും തടഞ്ഞു പിടിച്ചോണ്ട് പോകും. പോരാത്തതിന് ദൂരെ നിന്ന് അവൻ കയ്യും കാണിക്കുന്നുണ്ട്, ഹായ് ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ എരുമേനെ കൊണ്ട് പ്ലാൻ എല്ലാം അവതാളത്തിലാവോ എന്ന് പേടിച്ചിരിക്കുകയാണ് ഹീറോ. ആ സമയത്ത് സെക്കൻഡ് കെട്ടിയോൻ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് താൻ ആ വണ്ടി എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ഡ്രിഫ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ആനിമേറ്റഡ് വിഷ്വലായി മനസ്സിലിങ്ങനെ കൽപ്പിച്ചു കൂട്ടുക. 4000 RPM വണ്ടി ചവിട്ടി വിട്ടാൽ നേരെ ചെന്ന് പോലീസ് വാനിന്റെ പിറകിലായി ഡ്രിഫ്റ്റ് ചെയ്തിടിക്കുന്നു. അതോടുകൂടെ 135 ഡിഗ്രി പോലീസ് വാൻ കറങ്ങി വീഴും. പോലീസുകാർ ബോധം കെടും. കുറ്റവാളിയുമായി ഇവന് രക്ഷപ്പെടാം. ഓക്കെ, ടാർഗറ്റ് ലോക്ക് ചെയ്തിട്ട് അവൻ വണ്ടി എടുക്കുക. ചീറി പാഞ്ഞു വരും. ഇവൻ ഇടിക്കാൻ പാകത്തിന് ഹീറോയും വണ്ടി മുന്നോട്ടെടുത്തിട്ട് ചരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ മണ്ടക്കൊടാപ്പന് വണ്ടീനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. കറങ്ങി തിരിച്ച് ഏതോ മൂലയ്ക്ക് കൊണ്ടുപോയി വണ്ടി നിർത്തി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് 2 പേർക്ക് അറിഞ്ഞൂടാ. ആ നേരത്ത് ദൂരെ നിന്ന് ഏതോ ഒരു കാർ വന്ന് ഈ പോലീസ് വാനിനെ ഇടിച്ചു മറിച്ചിടും. എന്താ പറ്റിയെന്ന് ഇവർക്ക് ഒരു നിമിഷം മനസ്സിലാവില്ല. എന്തായാലും ഇവർ വിചാരിച്ച പ്ലാൻ നടന്നല്ലോ. സെക്കൻഡ് ഹീറോ ഓടി വന്ന് ഹീറോനെയും ആ ഫ്രീക്കനെയും കാറിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇറക്കുന്നു. എന്നിട്ട് ആ ഫ്രീക്കനെ ഇവരെ പട്ടിവണ്ടിക്കകത്ത് കയറ്റും. ആ നേരത്ത് ഹീറോ പറയാണ്, ഫസ്റ്റ് ഹീറോ പറയാണ്, ഞാൻ വണ്ടി ഓടിക്കാം, നീ ഓടിച്ചാൽ ശരിയാവില്ല. എന്നിട്ട് ചാവിയും വാങ്ങി അവൻ വണ്ടി ഓടിച്ച് ഇവരവിടെ നിന്ന് വിട്ടടിച്ചു പോവാ. അപ്പോഴാണ്
ഇവരെ പോലീസുകാർ ഇടിച്ചിട്ടത് ആരാണെന്ന് കാണിക്കുന്നു. അതാ തന്തലോടാണ്. അയാൾ ഫ്രീക്കിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്കിനെ പിടിക്കാൻ കാറുമായിട്ട് വന്നായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇവർ ആ ഫ്രീക്കിനെയും കൊണ്ട് രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ പോലീസ് സ്റ്റേഷൻ. ചീഫ് വന്നിട്ട് ഫ്രീക്കിനെ ആരാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്, കേസെല്ലാം നമ്മുടെ കൈവിട്ടു പോയാലോ, എന്താണ് കുഴപ്പം പറ്റിയെന്ന് ചോദിക്കുക. അപ്പൊ അവർക്ക് CCTV ഫൂട്ടേജുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ ഈ ഡോക്ടറെ കയ്യിൽ നിന്ന് പോലീസ് ഹീറോയാണ് കീയും വാങ്ങിച്ച് വണ്ടി ഓടിച്ചു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രീക്ക് വില്ലനെ തട്ടിക്കൊണ്ടുപോകുന്ന ഗ്രൂപ്പിനൊപ്പം എങ്ങനെയൊക്കെയോ ഹീറോ കടന്നു കയറി. ഈ പോലീസ് സ്റ്റേഷൻ സ്വന്തം വീട് പോലെ കരുതുന്ന ഹീറോ ഒരിക്കലും ആ കുറ്റവാളികളുടെ സൈഡായിരിക്കില്ല. ഇതൊക്കെ ചീഫാണ് പറയുന്നത്. അവൻ ആ വില്ലന്മാരെ പറ്റിച്ച് നമ്മുടെ പ്രതിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നാടകം കളിക്കുന്നത്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, നമ്മൾ അവന്റെ കൂടെ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ അവൻ പേടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ചീഫ് പോലീസുകാരൻ നമ്മുടെ ഒന്നാം ഹീറോയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. ഹീറോ ആണെങ്കിൽ ആ കോള് കണ്ടിട്ട് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടി വിരലമർത്തുക. എന്നാൽ നിർഭാഗ്യവശാൽ വണ്ടി ഹമ്പി കയറുമ്പം അറിയാതെ അറ്റൻഡ് ചെയ്യണ സ്വിച്ച് അമർത്തി പോകും. അങ്ങനെ കോൾ അറ്റൻഡ് ആയ ഉടനെ ചീഫ് പറയാണ്, ഓവർ ഞാൻ മൂങ്ങയാണ്, ഇപ്പൊ നിന്നോട് സംസാരിക്കാൻ പറ്റുന്ന സന്ദർഭമാണോ എന്നറിയില്ല. എന്തായാലും നീ പ്ലാൻ ചെയ്തിരിക്കുന്ന മിഷനിൽ ഞങ്ങളും കൂടെയുണ്ട്. കാര്യം സക്സസ് ആയാൽ മൂങ്ങയുടെ വീട്ടിലേക്ക് വിളിച്ചോളൂ, ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചീഫ് അങ്ങേരെ കോള് കട്ട്. ഹീറോയ്ക്കൊന്നും മനസ്സിലാവില്ല, ആ കിളവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവന്മാർക്ക് വട്ടായി എന്നാ തോന്നണേന്ന് പോലീസ് ഹീറോ പട്ടി ഡോക്ടറോട് പറയുന്നു. ഈ സമയത്ത് ഫ്രീക്കന്റെ ഭാര്യ ഹീറോയിനെ പിടിച്ചോണ്ട് വന്ന് ഒരു വീടിനകത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവള് ഭാര്യയോട് പറയും, നിന്റെ പോലീസ് കെട്ടിയോൻ എന്റെ കെട്ടിയോനെ പിടിച്ചോണ്ടുപോയി അടച്ചു വെച്ചു, അതുകൊണ്ടാണ് നിന്നെ ഞാനിപ്പോൾ തടവിലാക്കി എൻ്റെ കെട്ടിയോനെ വീണ്ടെടുക്കുന്നു, അല്ലാതെ എനിക്ക് നിങ്ങളെ കുടുംബമായിട്ട് ഒരു വിരോധവും ഇല്ലാന്ന് പറയാം. അത് കേട്ട് ഹീറോയും പറയും, നിനക്കൊരു തെറ്റ് പറ്റിപ്പോയി, എൻ്റെ ഇപ്പോഴത്തെ ഭർത്താവല്ല പോലീസുകാരൻ, പഴയ ഭർത്താവാ. ഇപ്പോഴത്തെ ഭർത്താവ് ഒരു ഡോക്ടറാണ്, പക്ഷെ പുള്ളിക്കാരൻ സ്പെഷ്യൽ ഫോഴ്സിലുണ്ടായിരുന്ന ആളാ. ടെററിസ്റ്റുകളൊക്കെ പിടിച്ച് കൊന്നുകളയും, അത്രയ്ക്കും എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചോ, നിന്നെയും നിന്റെ കൂട്ടാളികളെയും അയാൾ എന്തായാലും പിടിച്ച് വകവരുത്താതിരിക്കില്ല. ഇത് കേട്ട് ഫ്രീക്കന്റെ ഭാര്യ പറയാ, നിന്റെ ഏത് കെട്ടിയവൻ എന്ത് ജോലി ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പം എൻ്റെ ഭർത്താവിനെ തിരിച്ച് കിട്ടുമെന്നാണ് എൻ്റെ ചോദ്യം. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പ ഒന്നാം കെട്ടിയവൻ വരത്തില്ലേ? അത് കേട്ട് ഭാര്യ പറയാണ്, അവൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നില്ലെങ്കിലും നിന്നെ പിടിക്കാൻ വേണ്ടി എന്തായാലും വരും, കാരണം നീ അവനെ കയറി ചൊറിഞ്ഞിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്നവരെ തന്നെ ചൊറിയുന്ന സ്വഭാവം അവനുള്ളതാ. നീ അവനെ ചൊറിഞ്ഞതുകൊണ്ട് എനിക്കായിട്ടല്ലെങ്കിലും നിന്നെ പിടിക്കാൻ വേണ്ടി എന്തായാലും അവൻ വരും. ഈ സമയത്ത് രണ്ട് ഹീറോമാരും ആ ഫ്രീക്കനെ പിടിച്ചു വെച്ചിട്ട്, നിന്റെ ആൾക്കാർ എവിടെയാടാ ഞങ്ങളെ ഭാര്യനെയും കുട്ടീനെയും അടച്ചു വെച്ചിരിക്കണമെന്ന് ചോദിക്കുക. അവൻ പറയും, എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ എന്തായാലും വണ്ടി എടുക്കുക, പോകുന്ന വഴിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വഴി പറഞ്ഞുതരാം, ചിലപ്പോൾ ആ സ്ഥലത്ത് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാരെ കിട്ടും. ഇത് കണ്ടിട്ട് പട്ടി ഡോക്ടർ പറയാണ്, ഇവൻ പറയുന്ന എല്ലാം കള്ളാ, എല്ലാ സത്യങ്ങളും ഇവനറിയാം, മറച്ചു വെക്കുന്നതാണ്. ഇവന്റെ കണ്ണ് കണ്ട് ഞാനത് മനസ്സിലാക്കി. കാരണം മനുഷ്യരും മൃഗങ്ങളെ പോലെയാ, ഓരോ മനുഷ്യനും ഓരോ മൃഗത്തിന്റെ ലക്ഷണമാണ്. ഉദാഹരണത്തിന് ഞാനൊരു മാനിനെ പോലെയാണ്, നീ ഒരു കുരങ്ങനെ പോലെ, പിന്നെ ഇവനാവട്ടെ പട്ടിയെ പോലെയാണ്, ഡോബർമാൻ പട്ടി. ഇത് കേട്ട് പോലീസ് ഹീറോ വീണ്ടും അവനോട് ചോദിക്കുകയാണ്, സത്യം പറയാടാ, എവിടെയാണ് എൻ്റെ ഭാര്യയും കുട്ടിയെന്ന്. അവൻ പറയാൻ തയ്യാറാവുന്നില്ല. എന്നാൽ പിന്നെ എൻ്റെ കയ്യിലൊരു വിദ്യ ഉണ്ടെന്നും പറഞ്ഞിട്ട് പട്ടി ഡോക്ടർ ഈ നായ്ക്കൾ കുരയ്ക്കാതിരിക്കാൻ വേണ്ടി കഴുത്തിലൊരു ഇലക്ട്രിക് ബെൽറ്റ് കെട്ടും. അതുപോലത്തെ ബെൽറ്റ് ഇവന്റെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അവരെ ഭാര്യയും കുട്ടി എവിടെയാന്ന് ചോദിക്കും. അവൻ പല്ലിളിച്ച് കാണിക്കുമ്പം ഇതിന്റെ റിമോട്ട് എടുത്ത് അമർത്തുന്നു. ഉടനെ തൊണ്ടേ ഷോക്ക് അടിച്ച് അവൻ നിലത്തേക്ക് വീഴാം. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെല്ലാം ഹീറോ പോയ വഴി ഏതാണെന്ന് അന്വേഷിക്കുകയായിരിക്കും. എല്ലാവരും ഭയങ്കര തിരക്കില്ല. ഇവരെ കാണിച്ചു കൂട്ടുന്നതെല്ലാം നമ്മുടെ പത്രക്കാരി ഒളിച്ചിരുന്ന് കേട്ട് പഠിക്കുകയാണ്. അതൊരു പോലീസുകാരൻ കാണും. ഹീറോയുടെ കൂട്ടുകാരൻ പോലീസ്, നീ എന്താ വേണം ഇവിടെ കളിക്കണമെന്ന് ചോദിക്കുമ്പം നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഇതെല്ലാം ചങ്സൂടെ പ്ലാനാണോ? അവനാണോ ഇപ്പോൾ പ്രതിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്? എന്ത് വിവരമാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുക. അപ്പോൾ അത് പോലീസുകാരുടെ മാറ്ററാണ്, നീ അതിൽ ഇടപെട്ട് നശിപ്പിക്കരുത്, ദയവേത് ഇറങ്ങിപ്പോന്നും പറഞ്ഞ് അവർ ഈ പത്രക്കാരിയെ പിടിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ഈ നേരത്ത് ഫ്രീക്കന്റെ ഭാര്യ ഹീറോയെ വീഡിയോ കോൾ വിളിക്കും. അപ്പോൾ ഹീറോ ഫ്രീക്കനെ കാണിച്ചു കൊടുത്ത്, ഇതാ കണ്ടില്ല നിന്റെ കെട്ടിയോൻ, പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഭാര്യയോട് സംസാരിക്കണം എന്ന് പറയാം. അപ്പോൾ ആ ഫ്രീക്കന്റെ കെട്ടിയോള്, എനിക്ക് തന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, ഒറിജിനൽ കെട്ടിയോനോടല്ലേ, അയാളോടാണ് സംസാരിക്കേണ്ടത്, അയാൾക്ക് ഫോൺ കൊടുക്കുമെന്ന് പറയും. ഹീറോ പല്ല് കടിച്ച് പട്ടി ഡോക്ടർക്ക് ഫോൺ കൊടുക്കുന്നു. അപ്പോൾ പട്ടി ഡോക്ടർ, ഞാനാണ് ഒറിജിനൽ കെട്ടിയോൻ, എനിക്ക് എൻ്റെ ഭാര്യനെയും കൊച്ചിനെയും കാണണം എന്ന് പറയും. ആ പെണ്ണപ്പോൾ ഭാര്യനെയും കൊച്ചിനെയും കാണിക്കാതെ, എൻ്റെ കെട്ടിയോൻ ഒരുപാട് ക്ഷീണിച്ചല്ലോ, എന്തുപറ്റി, സ്റ്റേഷനിൽ ആരും ഭക്ഷണം തന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഇവനെ കൊഞ്ചിക്കുക. ഉടനെ പോലീസ് ഹീറോ ദേഷ്യപ്പെട്ട്, ആദ്യം എൻ്റെ ഭാര്യനെയും കൊച്ചിനെയും കാണിക്കടി, എന്നിട്ട് നിന്റെ കെട്ടിയോനെ കൊഞ്ചിക്കുമെന്ന് പറയും. അപ്പോൾ അവൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഭാര്യനെയും കൊച്ചിനെയും ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ രണ്ട് തന്തന്മാരും ഫോൺ തട്ടിപ്പറിച്ച്, മോളെ ഞാനാണ് ഒറിജിനൽ ഡാഡി, ഇവിടെ ഉണ്ട് മോളെ, ഞാൻ വരുന്നുണ്ട്, ആര് വന്നില്ലേലും ഞാൻ വരുന്നുണ്ട് മോളെ രക്ഷപ്പെടുത്താൻ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുക. അടുത്തത് കെട്ടിയോളെ കാണിക്കുന്നു. അപ്പൊ രണ്ടാം കെട്ടിയോൻ പറയും, സൂചി പേടിക്കണ്ട, നിന്നെയും കൊച്ചിനെയും എന്ത് വില കൊടുത്ത് ഞാൻ രക്ഷപ്പെടുത്തും, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ നാടകമെല്ലാം കഴിയുമ്പം നമ്മുടെ ഫ്രീക്കന്റെ കെട്ടിയോള്, ഇപ്പൊ കണ്ടീഷനിൽ ചെറിയ മാറ്റമുണ്ട്, നിങ്ങൾ എന്റെ ഭർത്താവിനെ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ ആ സെന്ററിൽ നിന്ന് എസ്കേപ്പ് ആയപ്പം നാബി എന്ന് പറഞ്ഞ സാധനം അവിടെ തന്നെ വിട്ടിട്ട് വന്നു. സോ ഇപ്പൊ ഭർത്താവിനെ മാത്രം പോരാ, കൂടെ നാബിയും കൂടെ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ അവരെ കുടുംബത്തെ വിട്ടുകൊടുക്കുള്ളൂ എന്ന് പറയും. ഈ നാബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്കറിയാൻ പാടില്ല. അതെന്താണെന്ന് ചോദിച്ചിട്ട് ഇവർ ആ ഫ്രീക്കനെ പിടിച്ച് തല്ലുവാണ്.
ഈ സമയത്ത് ആ തന്ത ലോഡനില്ലേ, അയാളുടെ അടിക്കാരെയൊക്കെ വിളിച്ച് പുതുതായി ഡ്രഗ്സ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു. ആ ഡ്രഗ്സിന് വേണ്ട ഫോർമുലയാണ് പുള്ളി മുതുകത്ത് പച്ച കുത്തി വെച്ചിരിക്കുന്നത്. ഈ അടിക്കാരൻ ഇംഗ്ലീഷും അറിഞ്ഞുകൂടാ, കണക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എനിക്കത് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. ഉടനെ തന്തവില്ലൻ, നീ കോപ്പിയൊന്നും ചെയ്യണ്ട, അവിടെ കാണുന്നത് ഒരു പേപ്പറിലേക്ക് വരച്ചെടുത്താൽ മാത്രം മതി, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറയുക. അതനുസരിച്ച് അവൻ എന്തൊക്കെയോ ഈ തന്തയുടെ മുതുകത്തുള്ളത് വരച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്തായിരിക്കും ഇവരെ കൂട്ടത്തിലെ കുഞ്ഞു റൗഡിച്ചക്കൻ ആ ഫ്രീക്കനെ കൊണ്ടുപോയ വാൻ കണ്ടുപിടിച്ചു എന്ന് പറയുക. ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ഈ വില്ലനെ നേരത്തെ പിടിച്ച പോലീസുകാരൻ ഹീറോയാണ്. അതുകൊണ്ട് ഹീറോയോടും വില്ലന് പ്രതികാരമുണ്ട്, അതുപോലെ ആ ഫ്രീക്കനോടും പ്രതികാരമുണ്ട്. ഇപ്പൊ ആ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നുണ്ട്. രണ്ടുപേരെ ഒരുമിച്ച് തട്ടാനാണ് വില്ലൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ അവർ ആ വാനും കണ്ടുപിടിച്ചു. വാൻ എവിടെയാണെന്ന് വെച്ചാൽ ഫ്രീക്കന്റെ കമ്പനി ഇല്ലേ, കമ്പനിക്ക് മുന്നിലാണ് വാൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഫ്രീക്കൻ ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ് ആണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കമ്പനി പൂട്ടിയിരിക്കുക. 2 പോലീസുകാർ അവിടെ കാവലിൽ നിൽപ്പുണ്ട്. അങ്ങോട്ടാണ് ഹീറോ പോലീസ് ചെല്ലുന്നത്. ഞാനാണ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ലീഡ് കോപ്പ് പോലീസുകാരൻ. നിങ്ങൾ രണ്ടുപേരും കഴിച്ചോ? അവിടുത്തെ PC പോലീസുകാരോട് നിങ്ങൾ കഴിച്ചോ? നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും വയറ് നിറച്ച് കഴിച്ചിട്ട് വായോ, ഞാൻ അപ്പോഴേക്കും എനിക്ക് വേണ്ട ചില സാധനങ്ങൾ ഇവിടെ എടുക്കാനുണ്ടെന്നും പറഞ്ഞ് ഹീറോ ആ PC പോലീസുകാർ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഒളിച്ചിരിക്കുന്ന രണ്ടാം കെട്ടിയോനെയും ആ ഫ്രീക്കനെയും അകത്തേക്ക് വിളിച്ചു വരുത്തും. ഇവരങ്ങനെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് പോകുന്നത് മറ്റേ തന്ത വില്ലന്റെ ടീമിലെ കുട്ടി റൗഡി ഒളിച്ചിരുന്ന് കാണുന്നുണ്ടാവും. അവൻ ഇവരകത്ത് പോയി കഴിയുമ്പോൾ ഒരു വോയിസ് ക്യാച്ചർ ഇവരെ മുറിക്ക് നേരായി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇവരെന്താണ് അകത്ത് സംസാരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫ്രീക്കൻ അകത്തേക്ക് ചെന്നിട്ട് അവിടെ ഒരു തട്ടകം പോലെ എന്തോ ഒരു ബേസ്മെന്റ് കെട്ടിവെച്ചിട്ടുണ്ട്. അത് ചാടി കയറുക. ഉടനെ ലൈറ്റ് ഒക്കെ തെളിയാൻ തുടങ്ങി. ഇവൻ അതിന്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. ഏതോ പാട്ട് പാടി സ്റ്റെപ്പ് ഇട്ട് ആ തട്ടകത്തിന്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യുക. അങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ഓരോ ലൈറ്റ് ആയിട്ട് ഓരോ ഭാഗത്ത് തെളിയുന്നുണ്ട്. അതാണ് പാസ്വേഡ്, ഈ തട്ടകം തുറക്കാനുള്ള പാസ്വേഡ്. അവസാനം ആ തട്ടകം തുറക്കും. അതിനകത്ത് നിന്ന് ഒരു CPU പോലത്തെ പ്രോസസർ യൂണിറ്റ് കിട്ടും. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതാണ് AI പ്രോഗ്രാം നാബി. ഇവർ ഇത്രയും കാലം മൈൻ ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ഇല്ലേ, അത് അതിനകത്താണുള്ളത്. ഹീറോ അത് വാങ്ങിച്ചിട്ട് ഇതിനെന്താ അത്രയും വിലയുണ്ടോന്ന് ചോദിക്കുക. അപ്പൊ ആ ഫ്രീക്കൻ പറയും, ഇതുവരെ ഞങ്ങൾ മൈൻ ചെയ്ത 100 ബില്യൺ വോൺ ഉണ്ട് ഇതിനകത്ത്, കോടിക്കണക്കിന് പണമാണത്, അത് മുഴുവൻ ആ ചിപ്പിനകത്താണുള്ളത്. ഇവരെ സംസാരിക്കുന്നത് നമ്മുടെ തന്ത വില്ലനും ഗ്യാങ്ങും കേൾക്കുന്നുണ്ട്. ഹീറോയും ടീമും ഈ ചിപ്പ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പുറകെ തന്നെ നമ്മുടെ തന്ത വില്ലനും ടീമും ചെല്ലുകയാണ്. ഇയാൾ അവരെ കാറിന് അടുത്ത് ചെന്ന് ഇയാളെ മോന്ത കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക, തിന്നൂടാന്ന് പറഞ്ഞ പോലെ. അപ്പൊ ആ ഫ്രീക്കൻ ഇയാളെ കണ്ടിട്ട്, എടാ ഇത് അയാളല്ലേ എന്നെ കമ്പനി വന്ന് മിരട്ടിയ ആ പഴയ തന്തറൗടി, ഇയാളിപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഇവരോട് ചോദിക്കുക. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലായി ഹീറോയോടും ഈ ഫ്രീക്കനോടും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ പുറകെ വരുന്നത്. ഇവനെ നേരത്തെ അവരെ കാറിടിച്ച് വീഴ്ത്തുന്നത് ഹീറോ കണ്ടതായിരുന്നു. അവന്റെ പിടിപ്പെട്ട ഇവരെ പ്ലാൻ എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് വണ്ടി വെട്ടിത്തിരിച്ച് വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഓടിച്ചു പോകാൻ പറയാണ് ഹീറോ. അതനുസരിച്ച് പട്ടി ഡോക്ടർ വണ്ടി വെട്ടിത്തിരിച്ച് ഏതോ ഊരിന്റെ ഉള്ളിൽ കൂടെ വണ്ടി കയറ്റി വിട്ടു പോവാണ്. പക്ഷെ അവന്മാരും വിടുന്ന ലക്ഷണമില്ല, പുറകെ തന്നെ പറപ്പിച്ചു വരുന്നു. ഇത് കണ്ടിട്ട് പോലീസ് ഹീറോ ചോദിക്കും, നീ വലിയ അസാസിനാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ കാളവണ്ടി ഓടിക്കുന്ന പോലെയാണല്ലോ വണ്ടി ഓടിക്കുന്നത്, അവന്മാരെ കൈ പിടിച്ച് തന്നെ വൃത്തിക്ക് വേഗത്തിൽ ഓടിക്കടാന്ന് പറയുക. അപ്പൊ സെക്കൻഡ് ഹീറോ എന്റെ കഴിവ് കാണിക്കേണ്ട സമയമായി കഴിഞ്ഞു, ഇപ്പൊ കാണിച്ചുതരാന്നും പറഞ്ഞ് വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കി നിർത്തി ഗ്ലൗസ് ഒക്കെ ധരിക്കുക. എന്നിട്ട് ഡാഷ്ബോർഡിനകത്ത് അവന്റെ റേസിംഗ് സ്റ്റിയറിംഗ് കൊണ്ട് അതെടുക്കുന്ന് പറഞ്ഞ് ആ സ്റ്റിയറിംഗ് പിടിപ്പിക്കും. എന്നിട്ട് രണ്ടുപേരോടും പിടിച്ചിരുന്നോളം പറഞ്ഞിട്ട് ഡ്രിഫ്റ്റ് ലെവൽ 1 ടാർഗറ്റ് സ്പോട്ടഡ് ആക്ഷൻ സ്റ്റാർട്ട് എന്നും പറഞ്ഞ് വണ്ടി ചവിട്ടി പറപ്പിച്ചു വിടാണ്. നേരെ ചെന്ന് വില്ലന്മാരെ ഉമ്മറത്ത് പോയി വണ്ടി നിർത്തും. അപ്പൊ വില്ലന്മാർ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്. നേരത്തെ ഇവരെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി വില്ലനല്ലേ, അവനാണ് വണ്ടി ഓടിക്കുന്നത്, അവന്റെ പേര് റാംബോ എന്നാ. ഗുണ്ടുവില്ലൻ പറയാണ്, പേടിക്കണ്ട റാംബോ, നീ നിന്റെ കഴിവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഉടനെ അവൻ പോം സ്റ്റിയറിംഗിന്റെ സെന്ററിൽ പിടിച്ചമർത്തി ഹോൺ അടിക്കുകയാണ്. അപ്പൊ വില്ലൻ ചോദിക്കും, നീ എന്താണ് ഈ കാണിക്കണേന്ന്? അല്ല, അവര് റോഡിന് നടുവിലാണ് നിൽക്കുന്ന, വഴി മാറി തരാൻ വേണ്ടിയിട്ട് ഹോൺ അടിച്ചാണ്. ഇപ്പൊ പട്ടി ഹീറോ വണ്ടി തിരിച്ചിരുത്തിയിരിക്കുന്നതുകൊണ്ട് റിവേഴ്സിൽ തന്നെ റേസ് ചെയ്ത് പോവാ. നല്ല കട്ട സ്പീഡിൽ റിവേഴ്സിൽ അടിച്ചുവിടാ. വില്ലന്മാരെ മുന്നിൽ തന്നെയുണ്ട്, 1 ഇഞ്ച് അകലം മാറാതെ. ഇവൻ നേരെ ഒരു ചുമരിന്റെ അവിടെ ചെന്ന് വണ്ടി വെട്ടിത്തിരിക്കും. ഭാഗ്യത്തിന് വില്ലന്മാരെ ഇടിച്ചില്ല, അവന്മാരും വണ്ടി വെട്ടിത്തിരിച്ചു. ഇപ്പൊ വില്ലന്മാരെ ചെക്കില്ലാതെ നിൽക്കുന്നതുകൊണ്ട് ഹീറോയ്ക്കും ടീമിനും അവിടുന്ന് വേഗത്തിൽ ഓടിച്ച് രക്ഷപ്പെടാം. അവർക്കിനി പുറകെയാണ് വരേണ്ടത്. അതുകൊണ്ട് പട്ടി ഹീറോ ചവിട്ടി വിടുന്നു. അങ്ങനെ ചവിട്ടി വിട്ടവർ വേഗത്തിൽ പോകുമ്പോഴാണ് മുന്നിലൊരു പൂച്ചനെ കാണും. ആ പൂച്ചനെ കൊല്ലല്ലേ, അത് കുഞ്ഞുകുട്ടിയാണ്, ക്യൂട്ടാണ്, വാവേന്ന് പറഞ്ഞ് ഒന്നാം ഹീറോ വിളിച്ചു പറയുമ്പോൾ പട്ടി ഹീറോ വണ്ടി വെട്ടിത്തിരിയും. അതങ്ങനെ ചുമരിൽ കൂടെ കയറി ഈ പൂച്ചനെ ഇടിക്കാതെ അപ്പുറത്തേക്ക് ചാടുക. ഇവന്റെ കഴിവ് കണ്ട് ബാക്കിയുള്ളവർ ഞെട്ടിപ്പോവുക. അപ്പൊ സെക്കൻഡ് ഹീറോ ഒന്നുകൂടെ മൂടായിട്ട്, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സെക്കൻഡ് ലെവൽ ഡ്രിഫ്റ്റ് ആണെന്നും പറഞ്ഞ് സ്റ്റിയറിംഗ് വട്ടം വളച്ചു തിരിക്കും. അതോടെ അത് പൊട്ടി കയ്യിൽ പോരാണ്. പിന്നെ വണ്ടി കൺട്രോളൊന്നും ഉണ്ടാവില്ല, പല ഭാഗത്ത് ഇടിച്ച് അവസാനം ഒരു കാറിൽ ചെന്ന് ഇടിച്ച് നിൽക്കുക. ആ നേരത്ത് ഫ്രീക്കൻ ഇതാണ് കിട്ടിയ തക്കെന്നും പറഞ്ഞ് അവന്റെ ആ ചിപ്പ് എടുത്ത് ഈ പട്ടി ഡോക്ടറെയും ചവിട്ടിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാണ്. പുറകെ വന്ന തന്തവില്ലനും ആൾക്കാരും ഇത് കാണുന്നുണ്ട്.
സോ 2 ഹീറോമാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്ത വില്ലന്റെ റൗഡികളും ഫോളോ ചെയ്യുന്നുണ്ട്. ഈ തന്തലോടൻ ഓടിച്ചിട്ട് നമ്മുടെ പട്ടി ഡോക്ടറെ പിടിക്കും. ഇവനാണ് ആളെന്നും പറഞ്ഞു. മോൻ കാണുമ്പോഴാണ് ആള് മാറിപ്പോയത് മനസ്സിലാവുക. ഇവനേതാ, ഇവനെങ്ങനെ ഈ കൂട്ടത്തിൽ പെട്ടു എന്നുള്ള പിടുത്ത അയാൾക്ക് കിട്ടില്ല. അപ്പോഴേക്കും പട്ടി ഡോക്ടർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇപ്പോ നമ്മുടെ ഫ്രീക്കൻ ആരും കാണാതിരിക്കാൻ വേണ്ടി തെരുവീന്ന് കുന്നിന് മുകളിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്, അതിലൂടെ ഓടി രക്ഷപ്പെടാണ്. പുറകെ വരുന്ന പലർക്കും അയാൾ പോയ വഴി മനസ്സിലാവില്ല. എന്നാൽ തന്തലോടൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അയാൾ മൂക്കൊണ്ട് മണത്തി ഫ്രീക്കനെ കണ്ടുപിടിക്കും. എന്നിട്ട് അവന്റെ പുറകെ ചെല്ലുക. ഈ സമയത്ത് ഹീറോയും ഓടി ഓടി അവസാനം ഏതോ ഒരു മധ്യബിന്ദു വെച്ച് കണ്ടുമുട്ടും. 2 പേർക്കും ഫ്രീക്കനെ മിസ്സായി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞ ഒരു മിഴിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ കുന്നിന്റെ മണ്ടയിൽ ചെന്ന ഫ്രീക്കന് പുറകിൽ നമ്മുടെ ഗുണ്ടുവില്ലൻ ചെന്ന് തോക്കും കാണിച്ച് അവനെ പിടിക്കുന്നു. ഇപ്പൊ താഴത്തെ ഹീറോക്കൾ മുകളിലൊരു വെടിയൊച്ച ശബ്ദം കേൾക്കും. സോ അവർ കുന്നിന്റെ മണ്ടയിലാന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് കുന്നിന്റെ മണ്ടയിലേക്ക് വരികയാണ്. ആ നേരത്ത് തന്തവില്ലൻ ഫ്രീക്കൻ ചിപ്പ് കാണിച്ചിട്ട്, നീ എന്നെ കൊല്ലല്ലേ, ഇത് ഒരുപാട് വിലയുള്ള ചിപ്പാണ്, ഞാൻ ഇതിന്റെ പാതി നിനക്ക് തരാം, നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാന്ന് പറയും. അപ്പൊ തന്തവില്ലൻ ചോദിക്കുകയാണ്, ഇപ്പൊ നിനക്ക് എന്റെ പേരറിയാവോ, ഞാൻ ആരാണെന്ന് അറിയാവോന്ന്? ഫ്രീക്കൻ പറയും, അറിയാം, യോങ്യാങ് ഇൻജിയോൺ, യോങ്യാങ്ങിന്റെ തലവൻ, എനിക്ക് നന്നായിട്ട് അറിയാം, ഇനി ഞാൻ നിങ്ങളെ കളിയാക്കില്ല എന്ന് പറയാം. ഉടനെ തന്തവില്ലൻ, ഇനി അതിന് കളിയാക്കാൻ നീ ഉണ്ടാവില്ല, ഈ സിറ്റി ഇനി എന്റെ മാത്രമാണെന്നും പറഞ്ഞ് അവന്റെ പള്ളയിലേക്ക് ഷൂട്ട് ചെയ്യും. ഈ വെടികൊണ്ട ഫ്രീക്കൻ ക്ലിഫിന് മണ്ടയിൽ നിന്ന് താഴത്തേക്ക് വീഴാണ്.